ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സാമ്പത്തിക അച്ചടക്കത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ. 1,56,00,000-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. കേരളത്തിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ കേരളത്തിന്റെ ഹർഷിത ജയറാമിന് 3ാം സ്വർണം. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്ത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക അച്ചടക്കത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. कि गत 10 वर्ष में देश की जनता ने हमें सेवा करने का मौका दिया. 25 करोड़ गरीब गरीबी को परास्त करके बाहर निकले. हमारा मॉडल है बचत भी विकास भी. जनता का पैसा जनता के लिए. हमने जनधन आधार मोबाइल की जेम ट्रिनिटी बनाई. जी हमारे कार्यकाल में हमने 40 लाख करोड़ रुपया सीधा जनता जनार्दन के खाते में जमा किया. രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ ശക്തമായ സംവിധാനം രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പകർച്ചവ്യാധികളെ നേരിടാൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കീഴിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ, റോ എന്നിവയുടെ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ വൻ പുരോഗതിയാണ് രേഖപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2014-ലെ 2 മൊബൈൽ നിർമ്മാണ യൂണിറ്റുകളിൽ നിന്ന് നിലവിലിത് 300ആയി ഉയർന്നതായും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ ഈ മേഖലയുടെ മൂല്യം 4,22,000 കോടി രൂപയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ 12 ലക്ഷം തൊഴിലവസരങ്ങളാണ് മൊബൈൽ ഫോൺ നിർമ്മാണ മേഖല ലഭ്യമാക്കിയതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. 1,56,00,000-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 70 അംഗ നിയമസഭയിലേക്ക് 699 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. നാളെ വൈകിട്ട് 6:30 വരെ എക്സിറ്റ് പോളുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയും കൽക്കാജി നിയോജക മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയുമായ അതിഷിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. സർക്കാരിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും കാണിച്ചാണ് ഡൽഹി പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാകുംഭമേള സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ പ്രയാഗ്രാജിലെത്തുന്ന അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും. പ്രത്യേക പൂജകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 26-ന് ശിവരാത്രി ദിവസം വരെയാണ് മഹാകുംഭമേള. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR _TVM X ഹാൻഡിലും ലഭ്യമാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളിലെ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തി പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോഴിക്കോട് അരയിടത്തുപാലം മേൽപ്പാലത്തിനു സമീപം സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 50-ലേറെ പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കോഴിക്കോട് താമരശ്ശേരി റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലോകം വലിയ മാറ്റങ്ങൾക്കും അനിശ്ചിതത്വത്തിനും സാക്ഷ്യം വഹിക്കുമ്പോൾ ശക്തമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ.
ന്യൂഡൽഹിയിൽ IIC ബ്രൂഗൽ വാർഷിക സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. In a world that promises to be so volatile and so uncertain, a stronger India-EU relationship can be an important stabilizing factor. The European Union is India's largest economic partner. Our interactions today extend from disaster resilience and clean technologies to sustainable urbanization and infrastructure development. One particular initiative that merits your attention is the IMEC, the India, Middle East, Europe Economic Corridor. This is an Atlantic to Pacific endeavor. അറ്റ്ലാന്റിക് മുതൽ പസഫിക് വരെയുള്ള കണക്ടിവിറ്റി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ ഇന്ന് നേട്ടം കൊയ്ത് കേരളം. നീന്തലിൽ ഹർഷിത ജയറാമിന് 3ാം സ്വർണം. വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് ഹർഷിതയുടെ 3ാം സ്വർണ്ണ നേട്ടം. വനിതകളുടെ വാട്ടർ പോളോയിലും കേരളത്തിന് സ്വർണം. പുരുഷന്മാരുടെ വാട്ടർ പോളോയിൽ പശ്ചിമ ബംഗാളിനെ പരാജയപ്പെടുത്തി കേരളം വെങ്കല മെഡൽ സ്വന്തമാക്കി. ബാസ്കറ്റ്ബോൾ 3x3 പുരുഷ വനിതാ വിഭാഗങ്ങളിലും കേരളം വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്തും സർവീസസ് 2ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. 8 സ്വർണം ഉൾപ്പെടെ 20 മെഡലുകളുമായി പട്ടികയിൽ 7ാമതാണ് കേരളം. UN പൊതുസഭയുടെ 79ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ഫിലേമോൺ യാങ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ചർച്ച നടത്തുന്ന ഫിലേമോൺ യാങ് ബംഗളൂരുവും സന്ദർശിക്കും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. ചൈനീസ് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. അമേരിക്കയിൽ നിന്നുള്ള കൽക്കരി, LPG എന്നിവയ്ക്ക് 15%, ക്രൂഡ് ഓയിലിന് 10% നികുതി ഏർപ്പെടുത്തും. അതേസമയം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ 1 മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് സഭകളുടെ 57ാമത് വാർഷിക കൺവെൻഷൻ ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ നാളെ തുടക്കമാകും. ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടം. സെൻസെക്സ് 1397 പോയിന്റ് ഉയർന്ന് 78,584-ലും നിഫ്റ്റി 378 പോയിന്റ് നേട്ടത്തിൽ 23,739-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 840 രൂപ ഉയർന്ന് 62,480 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 7,810 രൂപയുമാണ് ഇന്നത്തെ വില. ജനകീയ പ്രക്ഷോഭത്തിനിടെ പലായനം ചെയ്ത ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ച് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ധാക്കയിൽ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സുരക്ഷാ മേധാവികളുടെ ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്തെ ക്രമസമാധാന നില സൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് കമാൻഡ് സെന്റർ സ്ഥാപിക്കാൻ മുഹമ്മദ് യൂനുസ് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. ഒറഷ്നിക് മിസൈൽ സംവിധാനങ്ങൾ ബെലറൂസിൽ വിന്യസിക്കാനൊരുങ്ങി റഷ്യ. റഷ്യയുടെ ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനം ബെലറൂസിൽ എത്തുമെന്ന് ബെലറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഏതൊരു സമാധാന കരാറും ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതായിരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. മുംബൈ ഓപ്പൺ ടെന്നീസ് വനിതകളുടെ സിംഗിൾസിൽ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ താരം അങ്കിത റെയ്ന. ഇന്ത്യൻ താരം വൈഷ്ണവി അത്കറെ പരാജയപ്പെടുത്തിയാണ് അങ്കിത യോഗ്യത നേടിയത്. നാളെ നടക്കുന്ന റൗണ്ട് ഓഫ് 16-ൽ അങ്കിത കാനഡയുടെ റെബേക്ക മരീനോയെ നേരിടും. 2024 ഒക്ടോബർ 3-ന് ആരംഭിച്ച പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയിൽ ഇതുവരെ 6 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര ലോക്സഭയിൽ അറിയിച്ചു. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ജനുവരി 9-ന് ആരംഭിച്ച 2ാം ഘട്ടത്തിൽ പുതിയ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക അച്ചടക്കത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ. 1,56,00,000-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. കേരളത്തിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ കേരളത്തിന്റെ ഹർഷിത ജയറാമിന് 3ാം സ്വർണം. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്ത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.